ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് റാഗിപ്പൊടി കൊണ്ട് നല്ല രുചിയുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി സ്വീറ്റാണ് കേട്ടോ. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യൊക്കെ ചൂടായി വരണ സമയത്ത് 1 കപ്പ് റാഗിപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഈ സമയം ഹൈ ഫ്ലെയിമിലൊന്നും ഇടരുതേ, ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഈ റാഗിപ്പൊടിയൊക്കെ നന്നായിട്ട് റോസ്റ്റായി കഴിയുമ്പോൾ നല്ലോണം മൂത്ത ഒരു സ്മെല്ല് വരും. അതുപോലെ കളറും ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ടാവും. ഇതുപോലെ ഞാനിതിപ്പോൾ ഇളക്കി കൊടുക്കാനായിട്ട് തുടങ്ങിയിട്ട് 12 മിനിറ്റായി. ഈ ഒരു പാകായം മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്തതായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/2 കപ്പ് കറുത്ത എള്ളാണ്. ഈ എള്ളിൽ ചില സമയത്തൊക്കെ കുറച്ച് അഴുക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അത് പോവാനായിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത ശേഷം ഈ എക്സ്ട്രാ വെള്ളമൊക്കെ ഒന്ന് പോവാനായിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ അരിപ്പയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. വൃത്തിയുള്ള ഒരു ക്ലോത്ത് വെച്ചിട്ട് തുടച്ചിട്ടെടുത്താലും മതിയേ. ഇനി ഈ എള്ളൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ എള്ളും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. എള്ളിൽ ധാരാളം ഫൈബർ, കാൽസ്യം, സിങ്ക്, മഗ്നീഷ്യം, മാംഗനീസ്, അയേൺ, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ എല്ല് തേയ്മാനം പോലുള്ള അസുഖങ്ങളൊക്കെ വരാതിരിക്കാനായിട്ട്, വിളർച്ചയ്ക്ക്, ക്യാൻസറിനെ പ്രതിരോധിക്കാനായിട്ട്, കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട്, ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ ലെവലൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടും, ക്രമം തെറ്റിയ പീരീഡ്സൊക്കെ ഉള്ളവരാണെങ്കിൽ അത് റെഗുലേറ്റ് ചെയ്യാനായിട്ടും, അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര ആരോഗ്യ ഗുണങ്ങളാണ് ഈ ഒരു എള്ളിനുള്ളത്. എള്ളൊക്കെ എപ്പോഴും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണത് ഒത്തിരി നല്ലതാണ്. ഇനി ഈ എള്ളും നന്നായിട്ട് റോസ്റ്റായി കഴിഞ്ഞാൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/4 കപ്പ് കപ്പലണ്ടിയാണ്. ഇത് തൊലിയില്ലാത്ത കപ്പലണ്ടിയാണ് കേട്ടോ. തൊലിയുള്ളതെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി കപ്പലണ്ടിയും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ കപ്പലണ്ടിയും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന എള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ പൊടിച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഈ ഒരു പൊടി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന റാഗിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 2 നുള്ളു ഉപ്പും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/2 ടീസ്പൂൺ നെയ്യൊന്നും ഈ ഒരളവിൽ തന്നെ ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. കുറച്ച് കൂടുതലായിട്ട് നെയ്യ് ചേർത്തിയാലും നല്ലത് തന്നെയാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ശർക്കരപ്പൊടിയിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് പാനിയാക്കി എടുത്ത ശേഷം അരിച്ചെടുത്തിട്ടുള്ള ചൂട് ശർക്കരപ്പാനി കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതുപോലെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല ചൂടുള്ള ശർക്കരപ്പാനി തന്നെ ഒഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ട് നമുക്ക് കൈകൊണ്ട് പിടിക്കാനായിട്ട് പറ്റണ ചൂടാകുന്ന സമയത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം ചെറിയ ഉരുളകളാക്കിയിട്ടെടുക്കാം. എല്ലാതും തന്നെ ഇതുപോലെ ബോൾസാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ റാഗിപ്പൊടിയും എള്ളും ഒക്കെ ചേർന്നിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ലഡു. ഇത് കഴിക്കാനായിട്ടും നല്ല രുചിയാണ്, തയ്യാറാക്കാനും നല്ല എളുപ്പമല്ലേ. നമ്മളിത് പുറത്ത് വയ്ക്കുവാണെങ്കിൽ 7 ദിവസം വരെയൊക്കെ ഈ ലഡു കേടുവരാതിരിക്കും കേട്ടോ. കുറേ നാളത്തേക്ക് എടുത്തു വയ്ക്കുവാണെങ്കിൽ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണേ. ഇത് ദിവസം 1-2 എണ്ണം മാത്രമേ കഴിക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ റാഗിപ്പൊടിയും എള്ളുമൊക്കെ ചേർത്തിട്ട് ഇതുവരെ ഇങ്ങനെ ലഡുവൊക്കെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. ഇതാകുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണല്ലോ. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള നല്ല റെസിപ്പീസിനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക്